എനിക്ക് അതൊക്കെ ഭയങ്കര ടെൻഷനാണ്. സർജറി ചെയ്താൽ എങ്ങനെയാണ് സംബന്ധിച്ച് എനിക്ക് ഡബിൾ ചിൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഗൗരി ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അത് ചെയ്തിട്ടുണ്ട്, ഗൗരി എന്തുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ എൻ്റെ മൈൻഡിൽ വരുന്നൊരു കാര്യം ഇതെനിക്ക് സ്വാഭാവികമായിട്ടുള്ളതല്ലേ, അത് ഞാൻ എന്തിനു മാറ്റണം, എൻ്റെ ചിന്ത അങ്ങനെ പോകും. അപ്പം ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ച് അവര് ചെയ്യുമെന്നറിയില്ല. പക്ഷെ അതിലെനിക്കൊരു ഡുവൽ മൈൻഡ്. ഈ VLCC പോലത്തെ കുറെ ക്ലിനിക്സ് ഉണ്ട് ഇപ്പം, അറിയാലോ, കേട്ടിട്ടുണ്ടോ? അതായത് ഈ വന്ദന ലൂട്ട്സ് കട്ട്സ് ആൻഡ് കർബ്സ് എന്നാണ് ഞാൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. എൻ്റെ ഒരു ഫ്രണ്ടിന് അതിൻ്റെ ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊല്ലത്ത് GM ആയിട്ട്, അതുകൊണ്ട് എനിക്ക് അവരുടെ കുറെ സാധനങ്ങൾ അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗൗരി ജിമ്മിൽ പോണില്ലേ, അത് ആക്റ്റീവ് എക്സർസൈസ് ആണ്. ഇതിന്റെ പാസീവാണ് അവരിവിടെ ചെയ്യുന്നത്. എക്സർസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മളൊരു കട്ടിൽ കിടത്തിയിട്ട് നമ്മൾ ഈ വയറിലെല്ലാം ഈ എക്സർസൈസ് ചെയ്യാനുള്ള മെഷീൻസ് വെക്കും. ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽസ് ആക്ച്വലി എക്സർസൈസ് ചെയ്യണം, നമ്മൾ വെറുതെ കിടന്നാൽ മതി. പാസീവ് എക്സർസൈസ് എന്ന് പറയും. ഇങ്ങനത്തെ മെഷീൻസ് യൂസ് ചെയ്താണ് ഇവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. എനിക്ക് അതൊക്കെ ഭയങ്കര ടെൻഷനാണ്. സർജറി ചെയ്താൽ എങ്ങനെയാണ്, അതിപ്പോ ഒത്തിരി പേര് ചെയ്യുന്ന ഒരു സാധനം.